ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 97, ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശവനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. ശൗര്യാസാർത്തം തദഗ്രേ പുരഭിദദ ഗതത്വം പ്രിയപ്രേക്ഷണാർത്തി സിദ്ധാനേവാസ്യ ദത്വാ സ്വയമയം അജരാമൃത്യുദാദീൻ ഗതോഭൂൻ ഏവം ത്വം സേവയൈവ സ്മരരുരപി സംപ്രീയതേ യേന തസ്മാൻ മൂർത്തിത്രയാത്മകത്വം നനു സകലനേന്ദേതി സുവ്യക്തമാസീൻ. അന്വയം അർത്ഥം. അധ അനന്തരം പുരന്മാരെ നശിപ്പിച്ച ശിവൻ ത്വത് പ്രിയ പ്രേക്ഷണാർത്ഥി അവിടുത്തെ പ്രിയപ്പെട്ട ഭക്തനെ കാണാൻ ആഗ്രഹിക്കുന്നവനായി ഗൗര്യാസാർത്ഥം പാർവതിയോടുകൂടി തദഗ്രേ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഗത ചെന്നു. അസ്യ മാർക്കണ്ഡേയൻ സ്വയം ഏവ തപസ്സു ചെയ്ത് തനിയെ സിദ്ധാൻ കിട്ടിയ അജരാമൃത്യുദാദീൻ ജരാനരകളും മരണവും ഇല്ലാതിരിക്കുന്ന സ്ഥിതി അയം ശിവൻ ദത്വ കൊടുത്തിട്ട് ഗത അഭൂത് പോയി. തൊൽസേവയാ ഏവ അങ്ങയുടെ സേവ കൊണ്ട് തന്നെ സ ആ സ്മരരിവു അഭി ശിവനും ഏന ഏവം ഇപ്രകാരം എങ്ങനെയാണ് പ്രിയരെ സന്തോഷിക്കുന്നത് തസ്മാൻ അതിനാൽ ത്വം അങ്ങേ മൂർത്തിത്രയാത്മക ത്രിമൂർത്തി സ്വരൂപനും സകല നീന്ത എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ് ഇത് എന്ന് സുവ്യക്തം വളരെ വ്യക്തമായി ആസീത് നനു തീർന്നിരിക്കുന്നു. ഹരിവു. സാരം: ത്രിപുരാന്തകനായ ഭഗവാൻ ശിവൻ പാർവതിയോടൊത്തെ വിഷ്ണുഭക്തനായ മാർക്കണ്ഡേയനെ കാണാനെത്തി. തപശക്തി കൊണ്ട് നേരത്തെ നേടിയിരുന്ന ജരമരണാദികൾ ഇല്ലാത്ത അവസ്ഥ തുടങ്ങിയ വരം നൽകി ശിവൻ അപ്രത്യക്ഷനായി. ഭഗവാനും ശിവനും അങ്ങനെ രണ്ടല്ല. ഹരിവു. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. ത്രംശേസ്മിൻ സത്യലോകേ വിധിഹരി പുരഭിന്മന്ദിരാണ്യൂർധമൂർത്തം തേപ്യാപ്യൂർത്തം തു മായാ വികൃതി വിരഹിതോ ഭാരി വൈകുണ്ഠലോകം തത്രസ്തും കാരണാംബസ്യപി പശുപകുലേ ശുദ്ധ സത്വൈകരൂപീ സച്ചിൻ ബ്രഹ്മാദ്വയാത്മാ പവനപുരപദേ പാതിമാം സർവരോഗാൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അന്വയം അർത്ഥം. പവനപുരപദേ ഗുരുവായൂരപ്പ. ത്രംശേ 3 ഭാഗങ്ങളോട് കൂടിയ അസ്മിൻ ഈ സത്യലോകേ സത്യലോകത്തിൽ ഊർധമൂർത്തം മേൽക്കുമേലായി വിധിഹരി പുരവി വിധിയുടെയും വിധിഹരി പുരഭിൻ മന്ദിരാണി വിധിയുടെയും വിഷ്ണുവിൻ്റെയും ശിവന്റെയും ലോകങ്ങളാകുന്നു. മായാവികൃതി വിരഹിതക മായാവികാരമില്ലാത്ത. ഊർധം മുകളിലെ. വൈകുണ്ഠലോക വൈകുണ്ഠലോകമാകട്ടെ. തേപ്യ അഭി അവയേക്കാളും ഊർധം മുകളിൽ ഭാതി പ്രകാശിക്കുന്നു. തത്ര ആ കാരണാംഭസ്യഭി കാരണജലത്തിലും പശുപകുലേ ഇടയവംശത്തിലും ത്വം അങ്ങേ ശുദ്ധ സത്വൈകരൂപി സത്വമാത്ര രൂപനായി സച്ചിത് ബ്രഹ്മാദ്വയാത്മാ സച്ചിദാനന്ദ രൂപമായ ബ്രഹ്മമായി ശോഭിക്കുന്ന മാം എന്നെ
സർവരോഗാത് ഭാഗി, എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും. സാരം: സത്യലോകത്തിൽ 3 വിഭാഗമുള്ളതിൽ താഴെ ആദ്യമുള്ളത് ബ്രഹ്മലോകവും അതിനു മുകളിലത്തേത് വിഷ്ണുലോകവും അതിനു മുകളിൽ ശിവലോകവുമാണ്. ത്രിമൂർത്തികൾ അവിടെ ഇരുന്ന് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും യഥാക്രമം നടത്തുന്നു. അവയ്ക്കെല്ലാം മുകളിൽ വികാരങ്ങളൊന്നുമില്ലാത്ത വൈകുണ്ഠത്തിൽ ശോഭിക്കുന്നു. അവിടെ ഭഗവാൻ കാരണജലത്തിലും ഗോപകുലത്തിലും സത്വമാത്ര രൂപനായി സച്ചിദാനന്ദ ബ്രഹ്മമായി സ്ഥിതി ചെയ്യുന്നു. 97-ാം ദശകം സമാപ്തം. ഹരി ഓം.